മുട്ട ബിരിയാണി ആവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് ബസ്മതി അരി. ഇനി അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1.25 കപ്പ് വെള്ളം. കറിയാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സബോള കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി. ഇത് അരച്ചിട്ട് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നാരങ്ങ പിഴിഞ്ഞ് നീരെടുത്തത്, ഗരം മസാല 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 10 ഏലക്കായ, 20 മണി കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ജാതിക്കുരും ജാതിപത്രിയും, ഒരു 8 കരയാമ്പൂ, ബേ ലീവ്സ് ഒരു 4-5 എണ്ണം, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, നല്ല ജീരകം 1 ടീസ്പൂൺ, 5 മുട്ട പുഴുങ്ങിയെടുത്തത്, മല്ലിയില പുതിനയില. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയില, കശുവണ്ടി, 3 പച്ചമുട്ട, നെയ്യ് ആവശ്യത്തിന്. പിന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നെയ്യിലോ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് മുട്ട ബിരിയാണിയിലേക്കുള്ള കറി ഉണ്ടാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ല ജീരകം ഇടാം. ജീരകം നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർക്കാം. കുറച്ച് ഉപ്പിട്ട് ഈ സവാള നന്നായിട്ട് കളർ മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സവാള നന്നായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൊരിയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കൂടുതൽ സമയം നമ്മൾ തീ കുറച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി
ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിക്ക് നന്നായിട്ട് മൊരിഞ്ഞ് മസാലയ്ക്ക് നന്നായിട്ട് ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇതിലേക്ക് നാരങ്ങനീര് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ചെറുതായിട്ടൊന്ന് പതുക്കൊന്ന് കട്ട് ചെയ്തിട്ടിടാം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കുള്ളൂ. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് വെച്ചേക്കുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. നമുക്ക് കറി വയ്ക്കുമ്പോൾ നെയ്യിലാണ് ഉണ്ടാക്കണമെങ്കിൽ പിന്നെ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ എണ്ണയിലാണ് ഉണ്ടാക്കിയ കാരണം നമുക്ക് ഇതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അരിയിടാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മസാലയൊക്കെ മുട്ടയുടെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബേ ലീവ്സ് ഇടാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബസ്മതി അരി ചേർക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മൂടി വെച്ചിട്ട് നമുക്ക് അരിനെ വേവിച്ചെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. അരി ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്.
ഒന്നും കൂടി വേവാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കും. ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ് നമുക്ക് ആദ്യം തന്നെ പൊരിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് കൊത്തി പൊരിച്ചെടുക്കുക. കാഷ്നട്ടിനൊന്ന് വറുക്കുക. കാഷ്നട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് മുട്ട ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ ബിരിയാണിയിലേക്ക് ചേർക്കാം.